നമസ്കാരം. മഴ പെയ്തു തീർന്നിട്ടും മരം പെയ്യുന്നത് പോലെ തെരഞ്ഞെടുപ്പ് വിശകലനങ്ങൾ അവസാനിച്ച മട്ടില്ല. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. UDFിൻ്റെ മികച്ച വിജയത്തെ തുടർന്ന് രണ്ട് പ്രകടമായ മാറ്റങ്ങളാണ് കാണാനാകുന്നത്. ഒന്ന്, നിയമസഭയിലടക്കം CPMനോടും LDFിനോടും മൃദു സമീപനം പുലർത്തിയിരുന്ന ലീഗിലെ പ്രബല വിഭാഗം സ്റ്റാൻഡ് മാറ്റി. നിയമസഭയിൽ പൊതുവെ സൗമ്യനായ PK കുഞ്ഞാലിക്കുട്ടി പോലും CPMനെതിരെ കടുത്ത ആക്രമണമാണ് നടത്തിയത്. ലീഗിൻ്റെ മനം മാറ്റത്തിലും മുഖം മാറ്റത്തിലും നടുങ്ങിയ CPMും മുഖ്യമന്ത്രി പിണറായിയും ലീഗിനെതിരെ പ്രത്യാക്രമണവും കടുപ്പിച്ചു. ലീഗിൻ്റെ മുഖം അത്രയ്ക്കങ്ങ് പോരാ എന്ന് മുഖ്യനിപ്പോൾ തോന്നി തുടങ്ങി. മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നാണല്ലോ വയ്പ്. ആരുടെയൊക്കെ മുഖം വികൃതമായാലും സ്വന്തം മുഖം മോശമാകുന്നതിന് കണ്ണാടിയെ പഴിക്കേണ്ടതുണ്ടോ എന്നാണ് വക്രദൃഷ്ടിക്ക് എല്ലാവരോടുമായി ചോദിക്കാനുള്ളത്. ഇടത് ഇല്ല എങ്കിൽ ഇന്ത്യ ഇല്ല. അത് അറമ്പറ്റി നാടല്ലാത്ത ഉടുപ്പില്ലാത്ത എന്ത് പറ്റി? വല്ലാതങ്ങ് ചിരിക്കണ്ട, ഈ ചിരി ഞാൻ കറുപ്പിക്കുന്നുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വളരെ വാശിയോടെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിച്ചവരാണ്. സ്വാഭാവികമാണ്, UDFിൻ്റെ പ്രധാന ഘടകകക്ഷിയാണവർ. പക്ഷേ UDFിലെ പ്രധാന ഘടകകക്ഷിയായ ലീഗിൻ്റെ മുഖം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ എന്നത് ലീഗ് ചിന്തിക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ലീഗിൻ്റെ മുഖം ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖമായി മാറിയാൽ എങ്ങനെയിരിക്കും? ലീഗിൻ്റെ മുഖം SDP മുഖമായി മാറിയാൽ എങ്ങനെയിരിക്കും? തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഒന്ന് മാറ്റിപ്പിടിക്കുകയാണ്. അത്രയും നാൾ ന്യൂനപക്ഷ വർഗീയത ഒന്ന് പ്രോത്സാഹിപ്പിച്ച് വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ട് ഇപ്പോൾ നേരെ ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതിനെന്തിനാണ് മുസ്ലിം ലീഗിൻ്റെ മക്കിട്ട് കയറുന്നത്? അവന് എവനോടാ ദേഷ്യം മുഴുവൻ? എന്താണ് ജമാഅത്തെ ഇസ്ലാമി? എന്താണ് SDPI എന്ന് അറിയാത്തതാണോ കോൺഗ്രസിന്? 3 പതിറ്റാണ്ടോളം CPMൻ്റെ കൂടെയായിരുന്നു അവർ. അപ്പോൾ അവർ മതേതരവാദിയാണ്. ഒന്നു രണ്ടെണ്ണം കൊള്ളാം. കുഞ്ഞാലിക്കുട്ടി മാത്രമല്ല മാറിയത്. മുഖ്യമന്ത്രിയെ നിശിതമായി വിമർശിക്കാറുള്ള ലീഗ് നേതാവ് KN ഷാജിക്കുമുണ്ട് മാറ്റം. വിമർശനമല്ല, സഹതാപമാണ് ഷാജിക്ക്. ഇതിനേക്കാൾ വിമർശനമായിരുന്നു നല്ലത്. അത്രയ്ക്കുണ്ട് സഹതാപം. അല്ല, ഈ മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ ഈ വിമർശനങ്ങൾ ഒരു തരത്തിൽ സത്യം പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ വളരെ രൂക്ഷമായിട്ട് വിമർശിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോൾ സങ്കടം തോന്നുകയാണ്. കാരണം കേരളത്തിലെ ഏകദേശം ഒരു 19 സീറ്റിലെ പരാജയം അദ്ദേഹത്തെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പുലിയായി നടന്ന ഒരാളല്ലേ. ഇപ്പോൾ എല്ലാവരും പറയണു ലീഗ് മാത്രമാണ് തർക്കടില്ല, കോൺഗ്രസ് ആണ് തർക്കടില്ല, CPMൻ്റെ കമ്മിറ്റി കൂടിയിട്ടും ഇദ്ദേഹം മാത്രമാണ് കുഴപ്പക്കാരൻ എന്ന് പറയുന്നു. അവൻ ഇച്ചിരി ബഹുമാനം കൂടിയിട്ടുണ്ടല്ലേടാ? എനിക്ക് അവന്മാർ സാറിന് താങ്ങിയത് പോലെ തോന്നി. അല്ല, ബഹുമാനം കൂടിയിട്ടുണ്ട്. എനിക്ക് കൂടി കാണും. ഞങ്ങളുടെ മുഖത്തിൻ്റെ കാര്യം അന്വേഷിക്കുന്നതിന് മുമ്പ് പാർട്ടിക്കകത്തും സംസ്ഥാനത്തും പൊതുസമൂഹത്തിലും മുഖ്യമന്ത്രിയുടെ മുഖത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നൊന്ന് പുനർചിന്തനം ചെയ്യുന്നത് നല്ലതാണ്. ഭാവിക്ക് അത് ഗുണം ചെയ്യും. ആ മുഖത്തേക്കൊന്ന് നോക്കിയേ, എന്നാ ഒരു ഗ്ലാമറോ! നിന്റെ ഈ ഉപ്പിലിട്ട മാങ്ങ പോലത്തെ മോന്തയാണോ അത്? അല്ല, ഈ മാറാൻ മുസ്ലിം ലീഗിന് മുഖമെങ്കിലും ബാക്കിയുണ്ടല്ലോ. മുഖം നഷ്ടപ്പെട്ടു പോയ ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ് ഇതിനകത്ത് ലീഗിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഈ 19 സീറ്റിലെ പരാജയത്തിന് കാരണം എന്തെന്നുള്ള ഒരൊറ്റ അന്വേഷണം പോയി മുഴുവൻ നിൽക്കുന്നത് ഒരു മുഖത്താണ്. അത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുഖത്താണ്. അദ്ദേഹത്തിൻ്റെ മുഖമാണ് മാറേണ്ടതെന്ന് സ്വന്തം പാർട്ടിക്കാരോ പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പൊ നാട്ടിലെ കൊച്ചു പിള്ളേരെ വരെ കളിയാക്കി തുടങ്ങി. ഇനി ഒന്നുകൂടെ വയ്യ. തൻ്റെ ഭാഗത്തുണ്ടായി അപാകതകൾ ഉണ്ടോ എന്ന് പരിശോധിക്കും, അത് തിരുത്തും. മുഖം വികൃതമാണോ എന്ന് പരിശോധിക്കും എന്നല്ലേ മുഖ്യമന്ത്രി പറയേണ്ടത്. മറ്റുള്ളവരുടെ മുഖത്തേക്ക് ശ്രദ്ധിക്കുന്നതിന് പകരം
സ്വന്തം മുഖത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നല്ലേ മുഖ്യമന്ത്രി ചിന്തിക്കേണ്ടത്? എൻ്റെ മോന്തയ്ക്ക് നോക്കിയിട്ട് ചോദിക്കാൻ പറ്റിയ ഒരേ ഒരു കാര്യമുള്ളൂ, നരകത്തിലേക്ക് ഇവിടുന്ന് ലെഫ്റ്റോ റൈറ്റോ അതോ നേരെ പോകണമെന്ന്. അദ്ദേഹത്തോട് ഇപ്പം എതിർപ്പല്ല തോന്നുന്നത്, വലിയ സഹതാപമാണ് തോന്നുന്നത്. അദ്ദേഹം ഇങ്ങനെ തന്നെ നിൽക്കണം, ഈ വിവരക്കേടുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ദൈവം അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ. അങ്ങനെയാണെങ്കിലാണ് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അസംബ്ലിയൊക്കെ നമുക്കൊരു മെച്ചുണ്ടാവുള്ളൂ. ലീഗിന്റെ മുഖം ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ മക്കളെ, സന്തോഷായി. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറിയത് മുതൽ രമേശ് ചെന്നിത്തലയുടെ പാർട്ടിയിലെ അവസ്ഥ മോശമാണ്. എന്തെങ്കിലും പദവി ഉണ്ടെങ്കിലേ ചുറ്റും ആളുകൂടൂ, അണികൾ അപദാനങ്ങൾ വാഴ്ത്തു, അല്ലാത്തവർ പാർട്ടിയിലെ വെറും കാലണ മെമ്പർമാർ മാത്രം. മുതിർന്ന നേതാവ് എന്നൊക്കെ മറ്റുള്ളവർ പുകഴ്ത്തും. വർക്കിംഗ് കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവൊക്കെ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. ഈ വിഷയങ്ങളിൽ ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിവുള്ളവരാണ് നമ്മുടെ ജോസും പ്രസിഡന്റും ഒക്കെ. പക്ഷേ ഞാൻ സംസാരിച്ചതിൽ കൂടുതൽ കാര്യങ്ങൾ ഇവർക്ക് സംസാരിക്കാനില്ലാത്തതുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീമതി ജമീല ആസിഫിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. UDF യോഗത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പ്രസംഗിക്കാൻ അവസരം നിഷേധിച്ച നേതാക്കൾ. എംപിമാർക്കും നേതാക്കൾക്കും പ്രതിപക്ഷ നേതാവ് ഒരുക്കിയ വിരുന്നിൽ പങ്കെടുക്കാതെ ചെന്നിത്തല മടങ്ങി. ഒരു സർബത്ത് കുടിച്ചിട്ട് പോ. എന്റെ പൊന്നോ വേണ്ട, എന്നിട്ട് കാശിലാന്ന് പറയുമ്പോ താരക്കിട്ട് തട്ടാനല്ലേ. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പരസ്പരം പറഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് പോകും. അദ്ദേഹം എൻ്റെ വിരുന്ന് ബഹിഷ്കരിച്ചെന്നാണ് വാർത്തയിൽ കണ്ടത്. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നത്. ശ്രീധോട്ടാ, വലിയ തറവാട്ടുകാരാ, എന്ത് കാര്യം സദ്യ പോരാ. കുഴപ്പമൊന്നുമില്ലോ, അത് നല്ല സദ്യ ഉണ്ണാത്തോണ്ട് തോന്നുക. അല്ല, ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകും. കേരളത്തിലെ കോൺഗ്രസ് ഒരുമിച്ച് മുന്നോട്ട് പോകും, അത് യാതൊരു സംശയവും കാര്യത്തിൽ. ഇരുഹൃദയങ്ങളിലൊന്നായി വീശി നവ്യസുഗന്ധങ്ങൾ. ഞങ്ങളൊക്കെ തമ്മിലുള്ളത് സഹോദര ബന്ധമാണ്, ഹൃദയബന്ധമാണുള്ളത്. KPCC യോഗം തീരുമാനിച്ചിരിക്കുന്നത് ഒരു അഭിപ്രായ വ്യത്യാസവും തമ്മിൽ ഉണ്ടാകാൻ പാടില്ല എന്ന്. ഒന്ന് ചിരിക്കടാ. വെരി ഗുഡ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. CPM പോലെയല്ല, ഞാൻ ഏതെങ്കിലും കാര്യം പറഞ്ഞാൽ എല്ലാവരും കൂടി കൈയടിക്കില്ല. ചർച്ച ചെയ്യും, ഡിബേറ്റ് ചെയ്യും. ഞങ്ങൾ എന്നിട്ട് ഒരുമിച്ചൊരു തീരുമാനമുണ്ട്. ആ തീരുമാനം ഇരിക്കും. ഞാൻ പറഞ്ഞത് UDF ഒറ്റക്കെട്ടാണ്, കോൺഗ്രസ് ഒറ്റക്കെട്ടാണ്. ചെറിയ വല്ല കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പരസ്പരം പറഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് പോകും. നേതൃത്വത്തിലാണ് ഞങ്ങളെല്ലാം ഇങ്ങനെ പൊസിഷനിലിരിക്കുകയാണ്. നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു തെറ്റ്, മനുഷ്യ സഹജമല്ലേ, തെറ്റ് പറ്റിയാൽ പോയി ക്ഷമ ചോദിക്കും. അതല്ല, അവരെല്ലാം മുതിർന്ന നേതാക്കളും ഞങ്ങൾ ആദരിക്കുന്ന നേതാക്കളുമാണ്. അവരെയൊന്നും ഒരു കാരണവശാലും മനസ്സ് വിഷമിപ്പിക്കാൻ പോലും സമ്മതിക്കും. दोस्ती हम नहीं तोड़ेंगे, तोड़ेंगे दम मगर तेरा साथ ना छोड़ेंगे. ये दोस्ती हम नहीं तोड़ेंगे, तोड़ेंगे दम मगर तेरा साथ ना छोड़ेंगे. മുഖ്യമന്ത്രി കസേര എന്ന സ്വപ്നം പൂവണിയണമെങ്കിൽ പാർട്ടിയിലെ പാരകൾ തീരണ്ടേ. പക്ഷേ പുറമേക്ക് തങ്ങളെല്ലാം ഒറ്റക്കെട്ടെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കും. ഓരോ നേതാവിനെയും കണ്ടെത്തി അവരെ നാളുകളിലെ ഭാവിയിലേക്ക് ആവശ്യമാണെന്ന് കണ്ട് അവരെ ഓരോ രംഗത്തും വളർത്തിക്കൊണ്ടുവരാൻ ഞങ്ങളൊക്കെ ഒത്തിരി കഷ്ടപ്പാടുകൾ, ഒത്തിരി പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പേടിയാണ്, ഈ ഏട്ടനെ കാണുന്നത് പോലും നിങ്ങൾക്ക് പേടിയാണ്. നാളെ അവരാരും കൂടെ നിൽക്കുമെന്നുള്ള തെറ്റിദ്ധാരണയിലല്ല ഇത് ചെയ്തിട്ടുള്ളത്. ഇവിടെ എന്റേതായ സ്ഥാനമുണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്ന സ്ട്രെസ്സിനിടയിൽ നെഗറ്റീവ് മാത്രം പറയുന്ന ചില സോഷ്യൽ മീഡിയ മെഗലോമേനിയാക്സ് ആ ബാധചൂടം കളിയാക്കും. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ. ഞാൻ പറയുന്നു, ചിരിക്കുന്നവരെല്ലാം നമ്മുടെ സ്നേഹിതന്മാരാണ് എന്ന് കാണാൻ പാടില്ല. മുന്നിൽ നിന്ന് കുത്തുന്നവരെ നമുക്ക് മനസ്സിലാകും, പിന്നിൽ നിന്ന് കുത്തുന്നവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മളെയാണല്ലോ മച്ചമ്പി. ഞങ്ങൾ അധികാരം കിട്ടിയപ്പോൾ ദാസ്യത്തിന്റെ ഭാഷ ഉപയോഗിച്ചിട്ടില്ല.
ഞങ്ങൾ അധികാരം കിട്ടിയ കാലഘട്ടത്തിൽ അഹങ്കാരത്തിന്റെ ഭാഷയിൽ സംസാരിച്ചിട്ടില്ല. ഇന്നിപ്പോ എന്നോടൊന്നും ആലോചിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ ഈ പാർട്ടിയിലെ 4ാം മെമ്പറാണിപ്പോൾ. പിന്നെ ഇവിടെ കുറെ ദിവസങ്ങളായി ഈ അച്ചടക്കത്തെ പറ്റി ഭയങ്കര സംസാരമാണ്. അച്ചടക്കത്തെ പറ്റി പലരും സംസാരിക്കുന്ന കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് തോന്നിയത്. മുൻകാല പ്രാബല്യത്തോടെയാണെങ്കിൽ എത്ര പേരിൽ ഇവർ കോൺഗ്രസിനകത്ത് ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് ഞാൻ നിലപാട് പറഞ്ഞുതരാം. ഗ്രൂപ്പ് ഒന്നും ഇല്ലാതാക്കാൻ ഞങ്ങളൊന്നും വിചാരിച്ചു നടക്കില്ല, എത്രയോ കൊല്ലമായിട്ടുള്ള. പക്ഷെ ഗ്രൂപ്പ് പാർട്ടിയേക്കാൾ വലുതായിരുന്നു, അത് സമ്മതിക്കില്ല. പാർട്ടിയാണ് വലുത്, പാർട്ടിയേക്കാൾ വലുത് ഒരു ഗ്രൂപ്പും വരില്ല. അത്രയുള്ള നമ്മളെ നിലപാട്. ഒന്നടങ്ങിയതാ, പിന്നെയും തുടങ്ങിയ പഴയ തറ സ്വഭാവം. മലപ്പുറം ജില്ലയിലെ +2 പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി എല്ലാ വിദ്യാർത്ഥി സംഘടനകളും സമരരംഗത്ത് വന്നു. SFI ഉൾപ്പെടെ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും വിദ്യാർത്ഥി സംഘടനകൾ സമരരംഗത്ത് വരുമ്പോൾ സ്വന്തം സർക്കാരിനെതിരെ ആയാലും ചോരച്ചാലുകൾ നീന്തിക്കേറിയ ഒരു സംഘടനയ്ക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? മാത്രമല്ല, നീറ്റ് നെറ്റ് ക്രമക്കേടുകൾക്കെതിരെ സമരം ചെയ്യുന്ന SFI സ്വന്തം സർക്കാരിനെതിരെയും സമരം ചെയ്യണം. എടാ, ആ പേപ്പറും കമ്പും ഒക്കെ വെട്ടിമുറിച്ചോടാ. അമ്മ കൈയെടുക്ക്. ശ്രീധരൻ ഇങ്ങോട്ട് വരട്ടെ. കൈയെടുക്കാൻ. പിന്നെ സമരം ചെയ്യാൻ അവകാശം എല്ലാവർക്കും ഉണ്ടല്ലോ, അത് ചെയ്തോട്ടെ. സമരം ചെയ്ത് ഇത്രയും ദിവസമൊക്കെ സമരം ചെയ്യാക്കി ഇരിക്കുന്നവരല്ലേ, ഒന്ന് സമരമൊക്കെ ചെയ്തൊന്ന് ഉഷാറായി വരട്ടെന്ന്. രാഷ്ട്രം നയിച്ചുള്ള ഓരോ നേതാക്കന്മാരുടെയും ബാല്യകാലം ഇതുപോലെ സംഘർഷ നിബിഡമായിരുന്നു. ശ്രീധരൻ ഒരു വർഷാപ്പ് മുതലാളി. എടാ, സ്വന്തം ചേട്ടന് 1ാം പിണറായി സർക്കാരിന്റെ കാലത്തും 2ാം പിണറായി സർക്കാരിന്റെ കാലത്തുമെല്ലാം SFI വിദ്യാർത്ഥി വിഷയങ്ങൾ ഉന്നയിച്ച് നിരവധി സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഞങ്ങളോ? അതെ, പുതിയ തലമുറ, ചിന്തിക്കുന്ന തലമുറ. വിദ്യാർത്ഥികളുടെ ചെറുതും വലുതുമായ വിഷയങ്ങൾ എന്നും അഡ്രസ് ചെയ്തത് SFI ആണ്. അത് +1 കാര്യമായാലും ശരി, നെറ്റ് എക്സാമിന്റെ കാര്യമായാലും ശരി, നീറ്റ് എക്സാമിന്റെ കാര്യമായാലും ശരി. വലിയ ഒന്നും മനസ്സിലാവില്ല. നല്ല 2 അടി കൊടുക്കുക. ഇതൊരു സൂചനാ സമരം മാത്രമാണ്. ഈ സമരം തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകാനാണ് SFI തീരുമാനിക്കുന്നത്. ഞങ്ങളുടെ ആവശ്യം നിറവേറ്റപ്പെട്ടില്ലെങ്കിൽ നാക്കെടുത്ത അധിക പ്രസംഗേ പറയൂ. ഈ ചെക്കന്റെ കാര്യം ഓർത്ത് ഒരു സമാധാനം ഇല്ല. വായിക്കാതെയും പഠിക്കാതെയും തെണ്ടിതിരിഞ്ഞ് നടക്കുക. അങ്ങനെ വല്ല കുഴപ്പമൊന്നുമില്ലമ്മേ, ഞാൻ വെറുതെ ഒന്ന് പേടിപ്പിച്ചേ ഉള്ളൂ. ഇവനെ പോലെ തെണ്ടിത്തിരിഞ്ഞ് നടന്നവരാ നമ്മുടെ നാട്ടിലെ പല മന്ത്രിമാരും MLA-മാരും ഒക്കെ. സമരം ചെയ്തൊക്കെ പഠിച്ച് വരട്ടെ എന്ന്, ഇങ്ങനെയൊക്കെയല്ലേ അവർ പഠിച്ച കാര്യങ്ങൾ വരാൻ പറ്റുള്ളൂ. അല്ലറ ചില്ലറ ജീവകാരുണ്യ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവുമായി കഴിയുന്നതിനാൽ സമരം ചെയ്യാനുള്ള സിദ്ധി SFI-ക്കാർക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയാലോ? SFI-യുടെ മുൻ സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയുമായിരുന്ന V. ശിവൻകുട്ടി സഖാവ് വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ SFI-ക്കാർ സമരം മറന്നു പോകാൻ പാടില്ല. സമരം ചെയ്ത് കയറി വരാൻ SFI-ക്ക് മന്ത്രിയുടെ ഉപദേശം. അതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിപ്പോൾ SFI-ക്കാർ എല്ലാ കാര്യങ്ങളും ഇവനെ മനസ്സിലാക്കണമെന്നില്ലല്ലോ. നമുക്ക് നാളെ വരെ മനസ്സിലാക്കിക്കാം. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. നീ എന്തുവായിരുന്നു അവിടെ കിടന്ന് ഷോ കാണിച്ചത്? SFI +1 പ്രവേശനം പ്രക്രിയ ആരംഭിച്ച പിറ്റേ ദിവസം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ പോയി കണ്ടു. നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയാമോ? നീ ആരായാലും എനിക്കെന്നാണ് ഒരു സഖാവിനോട് നിങ്ങൾ കളിക്കണമെന്ന് നോക്കണം. SFI സംസ്ഥാന പ്രസിഡന്റും ഞാനുമാണ് പോയി കണ്ടത്. വിദ്യാഭ്യാസ മന്ത്രി സഖാവ് ശിവൻകുട്ടിയോട് പറഞ്ഞു, മലപ്പുറം ഉൾപ്പെടെയുള്ള മലബാർ മേഖലയിൽ സീറ്റിന്റെ അപര്യാപ്തതയുണ്ട്, അത് പരിഹരിക്കണം. അപ്പോ ശിവൻകുട്ടി സഖാവ് പറഞ്ഞ മറുപടി, പാർട്ടിയുടെ പേരും പറഞ്ഞ് ഇവിടെ കിടന്ന് ഷൈൻ ചെയ്യാൻ നോക്കിയാൽ അടിച്ച് നിന്റെ കരണം ഞാൻ പൗച്ചുകളെ. 2 പ്രാവശ്യം SFI-യുടെ സംസ്ഥാന പ്രസിഡന്റും 1 പ്രാവശ്യം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആളാണ്. നിന്നെക്കാളും മുഴുത്ത സഖാവാടാ ഞാൻ. സമരവും അതുപോലെ പിന്നെ ചർച്ചയ്ക്കും സെക്രട്ടറിയുടെ മുന്നിലെ നിരാഹാരത്തിനും ഒക്കെ തന്നെ പിന്നെ ഒരുപാട് പോയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഉണ്ടാവുന്ന ആവശ്യങ്ങൾ, അവരുടെ വികാരം എന്താണെന്ന് മനസ്സിലാവും. സഖാവായിരുന്നു
അതാ ഈ ഊർജം.